വചനം വചനം നീതിയുടെ വചനം ദൈവവചനം ജീവന്റെ വചനം നീതിയുടെ വചനം നീതിയുടെ വചനം. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കുവാൻ ദൈവം ഒരു ദിവസം കൂടി നമുക്ക് നൽകി തന്നത് ദൈവത്തെ സ്തുതിക്കുക. ഈ വചനം ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഈ വചനം സ്വർഗരാജ്യം പ്രവർത്തിച്ച് നേടുന്നതോ അതോ കൃപയാൽ ലഭിക്കുന്നതോ, ഇതാണ് നമ്മുടെ ചിന്താവിഷയം. ദൈവരാജ്യം പ്രവർത്തിച്ച് നേടുന്നതാണോ അതോ കൃപയാൽ ലഭിക്കുന്നതാണോ? അത് സ്വർഗരാജ്യം എന്ന് ചില സുവിശേഷകർ പറയാറുണ്ട്, ദൈവരാജ്യമെന്ന് ചിലർ പറയാറുണ്ട്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ഫലത്തിൽ യാതൊരു വ്യത്യാസവുമില്ല. എന്നാൽ ചില സുവിശേഷകർ തികഞ്ഞ യഹൂദ വിശ്വാസികളായിരിക്കും. ഉദാഹരണത്തിന് മത്തായി സുവിശേഷകൻ ഒരു തികഞ്ഞ യഹൂദനാണ്. അപ്പോൾ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദൈവം എന്നുള്ള വാക്ക് വളരെയധികം ബഹുമാനത്തോടുകൂടെ കൈകാര്യം ചെയ്യുന്ന വാക്കാണ്. അതുകൊണ്ട് ദൈവരാജ്യം എന്നുള്ള വാക്ക് മത്തായിയുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ മറ്റു സുവിശേഷകരൊക്കെ ദൈവരാജ്യം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവരാജ്യം എന്നുള്ളതിന് പകരം മത്തായിയുടെ സുവിശേഷത്തിൽ സ്വർഗരാജ്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം യഹൂദന്മാർ ദൈവം എന്നുള്ള വാക്ക് വളരെ ബഹുമാനത്തോടു കൂടെയാണ് കാണുന്നത്. ദൈവം എന്നുള്ള വാക്ക് പറയുവാൻ അവരുടെ അധരങ്ങൾ യോഗ്യമല്ല എന്നുള്ളതാണ് അവരുടെ ചിന്ത. അതാണല്ലോ യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്, കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ സാറാവുകൾ അവനെ ചുറ്റും നിന്നുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് ആർത്തുപാടി സ്തുതിക്കുന്ന അവസരത്തിൽ യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, അയ്യോ ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആ പരിശുദ്ധൻ പരിശുദ്ധിയിൽ, ആ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് സാറാവുകൾ സ്തുതിക്കുന്ന ആ പരിശുദ്ധിയിലേക്ക് നിൽക്കുവാൻ പോലും അവർക്ക് യെശയ്യാ പ്രവാചകന് യോഗ്യതയില്ലെന്നാണ്. ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനങ്ങളുടെ മധ്യേ ഞാൻ വസിക്കുന്നു. അതുകൊണ്ട് ഉടനെ തന്നെ ആ നിലവിളി കേട്ടുകൊണ്ടാണ് സ്വർഗത്തിൽ നിന്ന് ഒരു കനൽ കൊണ്ടുവന്ന് തൻ്റെ അധരങ്ങളിൽ സ്പർശിച്ച് തന്നെ ശുദ്ധിയുള്ളവനാക്കി തീർന്നു. എന്താണ് ആ കനൽ? ആ കനൽ എന്ന് പറയുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ നിഴലായിരുന്നു. പുതിയ നിയമത്തിലേക്ക് നാം കടക്കുമ്പോൾ ആ യേശുവിൻ്റെ രക്തമാണ് നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. യെശയ്യാ പ്രവാചകനെ ശുദ്ധീകരിച്ച ആ കനൽ വന്നവൻ്റെ അധരങ്ങളിൽ സ്പർശിച്ചപ്പോഴാണ്. അതുപോലെ നാം ശുദ്ധീകരിക്കപ്പെടുന്ന യേശുവിൻ്റെ രക്തത്താലാണ്. ഇതാണ് സ്വർഗരാജ്യവും ദൈവരാജ്യവും തമ്മിലുള്ള വ്യത്യാസം. രണ്ടും ഒന്ന് തന്നെയാണ്. ഇനിയും നമ്മൾ സ്വർഗരാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ റോമർ 14:17 അതിന് സാധാരണയായി പൗലോസ് അപ്പോസ്തലൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു നിർവചനം, അതായത് സ്വർഗരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, ദൈവരാജ്യം നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ഭക്ഷണവും പാനീയവുമല്ല. മനുഷ്യൻ സാധാരണ വിചാരിക്കാറുണ്ട് സ്വർഗരാജ്യത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ, അതായത് പുത്തൻ യെരുശലേമിൽ അവിടെ നമ്മളൊരു മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിൽ ഇങ്ങനെ സുഖമായിട്ട് കഴിയുന്ന അവസ്ഥയാണ് സ്വർഗരാജ്യം എന്നൊക്കെ മനുഷ്യൻ ചിന്തിക്കാറുണ്ട്. എന്നാൽ കർത്താവ് പറഞ്ഞേച്ചു പോയത് എന്താണ്? എൻ്റെ പിതാവ് ഞാൻ നിങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കാൻ പോകുന്നു. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. എന്താണ് ഈ വാസസ്ഥലം? മനുഷ്യജാതികളുടെ സകലരുടെയും ഹൃദയങ്ങൾ ചേരുന്നതാണ് ഈ വാസസ്ഥലം. ആ ആലയം എന്ന് പറയുന്നത് എൻ്റെ പിതാവിൻ്റെ
ഭവനം എന്ന് പറയുന്നത് ഈ മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ ഹൃദയങ്ങളാണ്. അത് കഴിഞ്ഞ ശേഷം വാസസ്ഥലം ഏതാണ്? ഓരോ മനുഷ്യൻ്റെയും ഹൃദയമാണ്. കർത്താവ് എവിടെയാണ് അപ്പോൾ വസിക്കുന്നത്? ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിലാണ് വസിക്കുന്നത്. അവിടെയാണ് ദൈവരാജ്യം സ്ഥിതി ചെയ്യുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് നേരത്തെ അല്പസമയം അതിനെക്കുറിച്ച് ചിന്തിച്ചതാണ്. അപ്പോൾ നമ്മുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണ്? ദൈവത്തിന് വസിക്കാനുള്ള പാലസാണ്. അത് നാം മറന്നു പോകരുത്. ദൈവത്തിന് വസിക്കാനുള്ള മന്ദിരമാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പോൾ ഭക്ഷണവും പാനീയവും ഒന്നും അല്ല. പിന്നെന്താണ് ദൈവരാജ്യം? നീതിയും സമാധാനവും. എന്താണ് നീതി എന്ന് പറയാൻ കാരണം? അത് നീതീകരിക്കപ്പെട്ടവരുടെ രാജ്യമാണ്. യേശുവിൻ്റെ രക്തം വന്ന് ശുദ്ധീകരിച്ച് യേശുവിൻ്റെ രക്തത്തെ ഏറ്റെടുത്ത് ശുദ്ധീകരണം പ്രാപിച്ചവരുടെ, പാപമോചനം പ്രാപിച്ചവരുടെ രാജ്യമാണ് സ്വർഗരാജ്യം. അവിടെ പാപികൾക്ക് സ്ഥാനമില്ല. പാപികളും സ്വർഗരാജ്യവും ഒരേ സ്ഥാനത്തിരിക്കാൻ സാധ്യമല്ല. പാപികൾക്ക് സ്ഥാനമില്ല. അവിടെ നീതീകരിക്കപ്പെട്ടവരുടെ രാജ്യമാണ്. എല്ലാ ആവർത്തിച്ച് മനുഷ്യൻ പറയുന്നത് ഞാൻ ഭാവിയാണ് എന്ന് പറഞ്ഞ് വരുന്നവരുടെ രാജ്യമല്ല ദൈവരാജ്യം. ദൈവമക്കൾ മനസ്സിലാക്കുക വേണ്ട വിധത്തിൽ നീതീകരിക്കപ്പെട്ടവരുടെ രാജ്യമാണ്. പിന്നെന്താണ്? സമാധാനമുള്ളവരുടെ രാജ്യമാണ്. എന്താണ് സമാധാനം? സമാധാനം എന്ന് പറയുന്നത് കർത്താവ്, ഇന്ന് നമ്മൾ സമാധാനം ചോദിച്ച് വാങ്ങിക്കുകയാണ് ദൈവത്തോട് എപ്പോഴും. അതിൻ്റെ ആവശ്യമില്ല. കാരണം സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചാണ് കർത്താവ് പോയത്. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ച് പോകുന്നു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അപ്പോൾ ഏത് രാജ്യമാണ് സ്വർഗരാജ്യം? സമാധാനം ഉണ്ടാക്കുന്നവരുടെ രാജ്യമാണ് സ്വർഗരാജ്യം. പ്രൈസ് ദി ലോർഡ്. സമാധാനം ഉണ്ടാക്കുന്നവരെ എന്താണ് പേര് പറയുന്നത്? സമാധാനം ഉണ്ടാക്കുന്നവരെ പറയുന്ന പേരാണ് ദൈവപുത്രന്മാർ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പറയും, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവരെ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ഈ ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനായി ഇന്ന് സൃഷ്ടി മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. റോമർ 8:19 പറഞ്ഞിരിക്കുന്നത്. സൃഷ്ടി മുഴുവൻ ആകാംക്ഷയോടെ ഈ ദൈവപുത്രന്മാർ, അതായത് സമാധാനം ഉണ്ടാക്കുന്നവരുടെ വെളിപ്പാടിനായി സൃഷ്ടി മുഴുവൻ, രാജ്യം മുഴുവൻ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഒക്കെ അവിടെയായി നാം കേൾക്കുന്നുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ സമാധാനം ഉണ്ടാക്കുന്നവരുടെ രാജ്യമാണ് സ്വർഗരാജ്യം. അതുണ്ടാക്കുവാനുള്ള കടമ ആർക്കുള്ളതാണ്? ദൈവം മക്കൾക്കുള്ളതാണ്, ദൈവപുത്രന്മാർക്കുള്ളതാണ്. അങ്ങനെയുള്ള ദൈവപുത്രന്മാരെയാണ് ഇന്ന് ലോകം കാത്തിരിക്കുന്നത്. നമ്മളെ അങ്ങനെയുള്ള പുത്രന്മാരാക്കിയിരിക്കുകയാണ്. സമാധാനം ഉണ്ടാക്കുന്ന ദൈവപുത്രന്മാരാക്കിയിരിക്കുകയാണ്. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷമത്രേ. എങ്ങനെയാണ് പരിശുദ്ധാത്മാവിൽ ദൈവരാജ്യം സന്തോഷമാകുന്നത്? മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല, കർത്താവ് പറഞ്ഞതാണ്. കാര്യസ്ഥൻ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ കടന്നു വരും, പരിശുദ്ധാത്മാവായി, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തുവായി ഞാൻ കടന്നു വരും. ക്രിസ്തുവിന് ശാരീരികമായി നമ്മുടെ ഉള്ളിൽ കയറി ഇരിക്കാൻ കഴിയുമോ? ഇല്ല. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനം. എന്തുവാ കൂടുതൽ പ്രയോജനം ഉണ്ടാകാൻ കാരണം? ആ ആത്മാവായിട്ട് വരും, പരിശുദ്ധാത്മാവായിട്ട് വരും. അതാണ് കൂടുതൽ പ്രയോജനം. പരിശുദ്ധാത്മാവായിട്ട് വന്നാൽ എന്താണ് പ്രയോജനം? സകലരുടെയും ഉള്ളിൽ വസിക്കാൻ അവന് കഴിയും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതാണ് പരിശുദ്ധാത്മാവായി കർത്താവ് കടന്നു വന്നിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ വസിക്കാത്ര ചെയ്യുന്നത്.
പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് സന്തോഷമുണ്ടാകും. അതാണ് പരിശുദ്ധാത്മാവിൽ സന്തോഷമാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ച് യഹൂദ്യയിലും യെരുശലേമിലും സകലയിടത്തും പോയി സുവിശേഷം അറിയിക്കും. എങ്ങനെ? സന്തോഷം കൊണ്ട് സന്തോഷത്തിൻ്റെ സുവിശേഷം അറിയിക്കും. ഈ സന്തോഷത്തിൻ്റെ സുവിശേഷമാണ് നാം അറിയിക്കേണ്ടത്. അതുകൊണ്ടാണ് സ്വർഗരാജ്യം സന്തോഷിക്കാനുള്ളതാണ്, സന്തോഷിക്കുന്നവരുടെ രാജ്യമാണ്. അല്ലാതെ ദുഃഖിച്ചിരിക്കുന്നവരുടെ രാജ്യമല്ല സ്വർഗരാജ്യം. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷം. പരിശുദ്ധാത്മാവ് ആരുടെ ഉള്ളിൽ വസിക്കുന്നുവോ അവർക്ക് സന്തോഷമുണ്ട്. അതാണ് പരിശുദ്ധാത്മാവ്. ഇനിയും സ്വർഗരാജ്യത്തെക്കുറിച്ചൊരു ഡെഫിനിഷൻ കർത്താവ് തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്താണത്? ശിഷ്യന്മാരോട് ചോദിച്ചു, കർത്താവേ, ഈ രാജ്യം എപ്പോൾ വരുമെന്ന് ചോദിച്ചപ്പോൾ എന്താണ് കർത്താവ് പറഞ്ഞത്? ലൂക്കോസ് 17:21 പറയുന്നത് എന്താണ്? സ്വർഗരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ അവരുടെ ഇടയിലുള്ളത് ആരാണ്? യേശു ക്രിസ്തുവാണ് അവരുടെ ഇടയിലുള്ളത്. അപ്പോൾ യേശു ക്രിസ്തു എവിടെയുണ്ടോ അവിടെ സ്വർഗരാജ്യമാണ്. ഇന്ന് യേശു ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ സ്വർഗരാജ്യമാണ്. അതിനെക്കുറിച്ച് നമ്മളൊരു എപ്പിസോഡ് പണ്ട് ചെയ്തതാണ്. അപ്പോൾ സ്വർഗരാജ്യത്തിൻ്റെ ഉദ്ഘാടനം എന്ന് കഴിഞ്ഞു. യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായിട്ട് നാം സ്വീകരിച്ചു കഴിയുമ്പോൾ ആ സ്വർഗരാജ്യത്തിൻ്റെ ഉദ്ഘാടനം നമ്മുടെ ശരീരത്തിൽ നടന്നു കഴിഞ്ഞു. അന്ന് മുതൽ നാം സ്വർഗരാജ്യത്തിലാണ് വസിക്കുന്നത്. അത് നാം ഓർക്കണം. എന്നാൽ നമ്മുടെ ചിന്താവിഷയം അതല്ല. ഈ സ്വർഗരാജ്യം എങ്ങനെ പ്രാപിക്കാമെന്നുള്ളതാണ്. മനുഷ്യൻ പ്രവർത്തിച്ച് നേടാൻ കഴിയുമോ അതോ മനുഷ്യന് കൃപയാൽ ലഭിക്കുന്നതാണോ? ഇതാണ് നമ്മുടെ ചിന്താവിഷയം. പ്രവർത്തിച്ച് നേടാൻ കഴിയുമോ അതോ നമുക്ക് കൃപയാൽ ലഭിക്കുന്നതാണോ? ഈ കൃപ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ പറയാറുള്ളതാണ് അർഹിക്കാത്ത അൺമെറിറ്റഡ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അർഹിക്കാത്ത ദാനമാണ് കൃപ. ഈ കൃപയെക്കുറിച്ച് കൂടുതലൊന്നും പറയാതെ തന്നെ കർത്താവ് വളരെ മനോഹരമായ ഒരു ഉപമ പറഞ്ഞിട്ടുണ്ട്. ഉപമകളിൽ ഏറ്റവും വലിയ ഉപമയാണ്. എല്ലാ ഉപമകളും വലുത് തന്നെ. ഉപമകളിൽ ഏറ്റവും ശ്രദ്ധേയമായി നാം പഠിക്കേണ്ട ഒരു ഉപമയാണ്. എന്താണത്? മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണത്. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദൈവരാജ്യം അഥവാ സ്വർഗരാജ്യം തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന് പുലർച്ചയ്ക്ക് പുറപ്പെടുന്ന വീട്ടുടയവനോട് സദൃശം. അപ്പോൾ പുലർച്ചയ്ക്ക് പുറപ്പെട്ട വീട്ടുടയവൻ എന്താണ് ചെയ്തത്? പുലർച്ചയ്ക്ക് പോയി ജോലിക്കാരെ വിളിച്ച് തോട്ടത്തിൽ വേലയ്ക്കാക്കി. ജോലിക്കാരെ വിളിച്ച് തോട്ടത്തിൽ വേലയ്ക്കാക്കിയപ്പോൾ അത് അവരോട് അവരുടെ ശമ്പളം പറഞ്ഞു. എന്താണ്? 1 വെള്ളിക്കാശ് ശമ്പളം പറഞ്ഞു. അപ്പോൾ പുലർച്ച എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഏതാണ്ട് ഇവിടുത്തെ ഒരു 8 മണിയോ ഒക്കെ ആയിരിക്കാം പുലർച്ച. ആ സമയം അവിടെ പറഞ്ഞിട്ടില്ല. അതിനുശേഷം താൻ പോയി 3-ാം മണി നേരത്തും 6-ാം മണി നേരത്തും ആളുകളെ വിളിച്ച് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ അയച്ചു. 3-ാം മണി എന്ന് പറഞ്ഞാൽ രാവിലത്തെ 9 മണിയാണ്. 6-ാം മണി എന്ന് പറയുന്ന ഉച്ചയ്ക്ക് 12 മണിയാണ്. 6-ാം മണി നേരത്തും താൻ ആളുകൾ മെനക്കെട്ട് നിൽക്കുന്നത് കണ്ട് അവരെയും തോട്ടത്തിൽ വേലയ്ക്ക് അയച്ച് അവരും പോയി ജോലി ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം 9-ാം മണി നേരത്ത്, 9-ാം മണി എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്? നമ്മുടെ ഇവിടുത്തെ വൈകിട്ടത്തെ ഉച്ച കഴിഞ്ഞ് 3 മണി സമയമാണ് 9-ാം മണി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം 11-ാം മണി നേരം എന്ന് പറയുന്നത് എപ്പോഴാണ്? അത് വൈകിട്ട് 5 മണിക്കാണ്. ഈ വൈകിട്ട് 5 മണിക്ക് എല്ലാവരും ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയമാണ്. അപ്പോഴും വീട്ടുടയവൻ ഈ ദിവസം മുഴുവൻ നിങ്ങൾ ഈ മെനക്കെട്ട് നിൽക്കുന്നത് എന്താണെന്ന് ചോദിച്ചുകൊണ്ട് അവരെയും എങ്ങോട്ട് അയച്ചു? അവരെയും
മുന്തിരിത്തോട്ടത്തിലേക്ക് അയക്കുക ചെയ്യുന്നു. എന്നിട്ട് ഇവർ മുന്തിരിത്തോട്ടത്തിലേക്ക് പോയ അവസരത്തിൽ ബാക്കിയുള്ളവരെല്ലാം പണി കഴിഞ്ഞ് 5 മണിയായില്ലേ? 11-ാം മണി എന്ന് പറയുന്നത് 5 മണിയാണ് കഴിഞ്ഞ്. ബാക്കിയുള്ളവരെല്ലാം പണി കഴിഞ്ഞ് ആയുധങ്ങളുമൊക്കെ ആയിട്ട് തിരിച്ചു വരുന്ന സമയമാണ്. അപ്പോൾ ആ തിരിച്ചു വരുന്ന സമയത്ത് അവരോടൊപ്പം ആരും വന്നു? ഈ 11-ാം മണി നേരത്ത് വന്നവരും വന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, എങ്ങനെയാണ് ഇനി ശമ്പളം തീർക്കുന്നതെന്നുള്ളത്. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ആദ്യം വിളിക്കുന്നത് ആരെയാണ്? ആദ്യം വിളിക്കുന്നത് ഈ 11-ാം മണി നേരത്ത് വന്നവരെയാണ്. 11-ാം മണിക്ക് ജോലിക്ക് വന്നവരെയാണ് ആദ്യം തൻ്റെ പ്രതിഫലം വാങ്ങാനായി വിളിക്കുന്നത്. അപ്പോൾ അവർക്ക് 1 വെള്ളിക്കാശ് കൊടുത്തു. ഇത് കണ്ടപ്പോൾ ആളുകൾക്ക് അന്തം വിട്ടു. ഇതിനെക്കുറിച്ച് പണ്ടൊരിക്കൽ ഏതോ ഒരു ദൈവദാസൻ പറയുകയുണ്ടായി, കർത്താവ് ഒരു യഥാർത്ഥ സാമ്പത്തിക വിദഗ്ധനല്ലായിരുന്നു എന്ന്. തമാശ രൂപത്തിലാണെങ്കിൽ തന്നെയും ഏതായിരുന്നാലും അതൊന്നും അല്ല അവിടുത്തെ വിഷയം. അതായത് 11-ാം മണി നേരത്ത് വന്നവന് അവൻ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തിട്ടാണോ കൂലി കൊടുത്തത്? അല്ല. പിന്നെ എങ്ങനെയാണ് അവന് കൂലി ലഭിച്ചത്? അത് വിശ്വാസത്താൽ ലഭിക്കുന്ന, കൃപയാൽ ലഭിക്കുന്നതാണ്. എന്താണ് അവൻ വിശ്വസിച്ചത്? അവൻ വിശ്വസിച്ചത് ഈ യജമാനൻ്റെ വാക്ക് വിശ്വസിച്ചു. യജമാനൻ എന്താണ് അവനോട് പറഞ്ഞത്? നീയും തോട്ടത്തിലേക്ക് പോവുക. ആ വാക്കിൽ അവൻ വിശ്വസിച്ചുകൊണ്ടാണ് അവൻ തോട്ടത്തിലേക്ക് വന്നപ്പോൾ അവനൊന്നും ചെയ്യാതെ അവൻ എന്ത് കിട്ടി? ആ 1 വെള്ളിക്കാശ് ശമ്പളം അവന് കിട്ടി. ഇതെങ്ങനെ ലഭിക്കുന്നതാണ്? ഇതാണ് കൃപയാൽ ലഭിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കിയുള്ളവർക്കൊക്കെ കൂലി കൊടുത്തപ്പോൾ അവർ വിചാരിച്ചു അവർക്ക് 1 വെള്ളിക്കാശിനേക്കാൾ കൂടുതൽ കിട്ടുമായിരിക്കും. ഇല്ല, ദൈവം നീതിമാനാണ്. അവൻ പറഞ്ഞത് അതുപോലെ നിവർത്തിക്കും. ബാക്കിയുള്ളവരോടൊക്കെ എന്താണ് അവൻ പറഞ്ഞത്? നിങ്ങൾക്ക് 1 വെള്ളിക്കാശ് ശമ്പളം. അവരുടെ പ്രവൃത്തിക്കനുസരിച്ചുള്ള ഫലം അവർക്ക് കൊടുത്തു. ഇവിടെ പ്രവർത്തിച്ച് ഇത് കിട്ടുന്നതുണ്ട്, അതുപോലെ കൃപയാൽ ലഭിക്കുന്നതുമുണ്ട്. നമ്മുടെ വിഷയത്തിലേക്ക് നാം കടന്നു കഴിഞ്ഞു. അതായത് സ്വർഗരാജ്യം പ്രവർത്തിച്ച് ലഭിക്കുന്നതോ അതോ കൃപയാൽ ലഭിക്കുന്നതോ? സ്വർഗരാജ്യം പ്രവർത്തിച്ച് ലഭിക്കുന്നതല്ല, എന്നാൽ അത് കൃപയാലാണ് ലഭിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പൗലോസ് അപ്പോസ്തലൻ എഫെസ്യ ലേഖനം 2:8 പറഞ്ഞിരിക്കുന്നത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്. അവരുടെ മനുഷ്യൻ്റെ സകല പാപവും മോചിച്ച് യേശുവിനെ കർത്താവും രക്ഷിതാവുമായിട്ട് സ്വീകരിക്കുന്ന അവസരത്തിൽ അവരുടെ സകല പാപവും മോചിച്ച് അവരുടെ യാതൊരു പ്രവൃത്തിയും കണക്കിടാതെ അവരെ കൃപയാൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരിക. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നിങ്ങൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്, നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത്, നിങ്ങൾ വീണ്ടും ജനനം പ്രാപിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ദൈവകൃപയാലാണ്. പ്രൈസ് ദി ലോർഡ്. എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടാണോ? അതുകൊണ്ട് അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്, പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികൾ കാരണമല്ല. അപ്പോൾ പ്രവർത്തിച്ച് അവർ പറയരുത്, പ്രവർത്തിച്ചാണ് ഞങ്ങൾക്ക് കിട്ടിയത് എന്ന് പറയരുത്. ഈ 11-ാം മണി നേരത്ത് വന്നവൻ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ട് കിട്ടിയതാണോ? അല്ല, അവന് കൃപയാൽ ലഭിച്ചതാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ, ഈ ഉപമയുടെ അടിസ്ഥാനത്തിലാണ് പൗലോസ് അപ്പോസ്തലൻ ഇതെഴുതി വെച്ചത്. എന്ത്? കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും പലരും ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട്, ഈ
കൃപയില്ലാത്തവർക്ക് അഥവാ യേശു ക്രിസ്തുവിൽ നിന്നും കൃപ ലഭിച്ചിട്ടില്ലാത്തവരുടെ കാര്യം, അവരുടെ രക്ഷയുടെ കാര്യം എങ്ങനെയാണ്? അതായത് പലരും അക്രൈസ്തവരായിട്ടുള്ളവരൊക്കെ പലപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, അവർക്കെങ്ങനെയാണ് മോക്ഷം ലഭിക്കുന്നത്? അവർക്കെങ്ങനെയാണ് രക്ഷ ലഭിക്കുന്നത്? അവർക്കെങ്ങനെയാണ് പാപമോചനം ഉണ്ടാകുന്നത് എന്ന് അവർ സാധാരണ ചോദിക്കാറുണ്ട്. അതിനതൊക്കെ മറുപടി 2 കൊരിന്ത്യർ 5:10 പറയുന്നു. എന്താണ് 2 കൊരിന്ത്യർ 5:10 പറഞ്ഞിരിക്കുന്നത്? ഒരുവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും തക്ക പ്രതിഫലം അവർക്ക് ലഭിപ്പാൻ തക്കവണ്ണം നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു. അപ്പോൾ അവർക്ക് ലഭിക്കുന്നത് എങ്ങനെ? കൃപയാലല്ല, അവർ ചെയ്ത പ്രവൃത്തിയുടെ ഫലത്തിനനുസരിച്ചായിരിക്കും അവർക്ക് വിധി വരും. ഇതാണ് നാം ഓർത്തിരിക്കേണ്ടത്. ക്രൈസ്തവരായിട്ടുള്ളവരും അക്രൈസ്തവരായിട്ടുള്ളവരും തമ്മിലുള്ള ആ വ്യത്യാസം. അവർ യേശുവിനെ കർത്താവും രക്ഷിതാവുമായിട്ട് സ്വീകരിച്ച ഒരു വ്യക്തിക്ക് അവൻ ഏതിൻ്റെ കീഴിലാണ്? അവൻ കൃപയുടെ കീഴിലാണ് വസിക്കുന്നത്. എന്നാൽ അക്രൈസ്തവർക്ക് ഇത് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? ഇല്ല, അവർക്ക് കൃപ എന്നൊന്നില്ല. എന്നാൽ അവർക്ക് ലഭിക്കും. എന്താണ് ലഭിക്കുന്നത്? പ്രവർത്തിച്ചതിൻ്റെ ഫലം ലഭിക്കും. അവരുടെ ചെയ്വന വെച്ചാണ് അവർക്ക് വിധി വരുന്നത്. അവരുടെ പ്രവൃത്തി നിമിത്തമാണ് അവർക്ക് വിധി വരുന്നത്. എന്നാൽ ഇവിടെയോ കൃപയാലാണ് സ്വർഗരാജ്യം ലഭിക്കുന്നത്. മറ്റവർക്ക് പ്രവൃത്തിയാലാണ് ദൈവരാജ്യം ലഭിക്കുന്നത്. എന്നാൽ പ്രവർത്തിച്ച് ഏതെങ്കിലും ഒരു മനുഷ്യന് ദൈവരാജ്യത്തിൽ കടക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരു മനുഷ്യനും സാധ്യമല്ല. യേശു ക്രിസ്തു മാത്രമാണ് മാർഗം. യേശു ക്രിസ്തുവിൻ്റെ കൃപയിൽ കൂടി മാത്രമേ ഒരുവന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയൂ. അല്ലാതെ എത്രമാത്രം നന്മ പ്രവർത്തികൾ ചെയ്താലും ആ പ്രവർത്തികളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് സ്വർഗരാജ്യം ലഭിക്കുകയില്ല. എന്താണ് കാരണം? വചനം പറയുന്നത് എന്താണ്? നിങ്ങളുടെ നന്മ പ്രവർത്തികളെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ കറപുരണ്ട വസ്ത്രം പോലെയാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഇതൊന്നും വില പോകുകയില്ല. അതുകൊണ്ട് നമ്മളെന്തെങ്കിലും പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വന്നാൽ യാതൊരു പ്രയോജനം അതുകൊണ്ടില്ല. അത് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ചിലർ വന്ന് യേശു ക്രിസ്തുവിൻ്റെ കർത്താവെ, ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത് ചെയ്തു, ഇത് ചെയ്തു, ഞങ്ങൾ പിശാചുക്കളെ പുറത്താക്കി, അങ്ങനെയൊക്കെ അവർ അവകാശവാദവുമായിട്ട് യേശു ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് കടന്നു വരുന്നതായിട്ട് കാണാം. അപ്പോൾ യേശു ക്രിസ്തു എന്താണ് മറുപടി പറയുന്നത്? ഞങ്ങളെല്ലാം ചെയ്തേച്ചാണ് വരുന്നത്, പ്രവർത്തിച്ചാണ് വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞ മറുപടി എന്താണ് അവിടെ? അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവീനെന്ന് തീർത്തു പറയും. ഇതാണ് യേശു ക്രിസ്തുവാണ്. അപ്പോൾ നമ്മുടെ പ്രവർത്തിക്കകത്തെല്ലാം എന്തുണ്ട്? അധർമ്മം കലർന്നിരിക്കുകയാണ്. അതിനകത്തൊക്കെ എന്തെങ്കിലും സ്വാർത്ഥ ലാഭങ്ങളും മോഹങ്ങളും ഒക്കെ കാണും. നമ്മൾ സാധാരണ പറയാറുണ്ട്, ഞങ്ങൾ അനാഥാലയങ്ങൾ സൃഷ്ടിച്ചു, ഞങ്ങൾ ഇത്ര പേർക്ക് ഭക്ഷണം കൊടുത്തു ഫ്രീ ആയിട്ട്, ഞങ്ങൾ ഇന്നതാ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു, നീതി പ്രവർത്തികളൊക്കെ ഞങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ അവകാശവാദങ്ങളുമായി ചെന്നാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. ആ ചെയ്തതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടും. എവിടെ? ന്യായാസനത്തിന് മുമ്പാകെ, ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കും. എന്നാൽ വിശ്വസിക്കുന്നവർക്ക് എന്താണ് ലഭിക്കുന്നത്? യേശുവിനെ കർത്താവെന്ന വായു കൊണ്ട് ഏറ്റുപറഞ്ഞ് വിശ്വസിക്കുന്ന തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ അവർക്ക് എന്തുണ്ട്? അവർക്ക് നിത്യജീവനുണ്ട്. അതായത് അവർക്ക് സ്വർഗരാജ്യമുണ്ട്. അപ്പോൾ സ്വർഗരാജ്യം ലഭിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി.
കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് പിന്നെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ അവർക്ക് ന്യായവിധിയില്ല. അവർക്ക് ഫ്രീ ആയിട്ട് സ്വർഗരാജ്യത്തിലേക്ക് കയറിപ്പോകാം. എന്നാൽ പുത്രനിൽ വിശ്വസിക്കാത്തവർക്ക് ന്യായവിധി വന്നു കഴിഞ്ഞു എന്നാണ് യോഹന്നാൻ 3:18 പറഞ്ഞിരിക്കുന്നത്. പുത്രനിൽ വിശ്വസിക്കുന്നവരിൽ ന്യായവിധി ഇല്ല. ക്രിസ്തുയേശുവിലുള്ളവർക്ക് എന്തില്ല? ഒരു ശിക്ഷാവിധിയുമില്ല. അവർക്ക് ന്യായവിധിയില്ല. അവരെന്തിൻ്റെ തണലിലാണ്? അവർ കൃപയുടെ തണലിലാണ്. കൃപയുടെ തണലിൽ നിൽക്കുന്നവർക്ക് കൃപയാലാണ് നീതീകരണം ലഭിക്കുന്നത്, രക്ഷ ലഭിക്കുന്നത്, സ്വർഗരാജ്യം ലഭിക്കുന്നത്, വീണ്ടും ജനനം ലഭിച്ച് സ്വർഗരാജ്യം ലഭിക്കുന്നത് ആർക്കാണ്? കൃപയുടെ തണലിൽ നിൽക്കുന്നവർക്ക്. അത് ആരിൽ നിന്ന് ലഭിക്കുന്നതാണ്? യേശു ക്രിസ്തുവിൽ കൂടി മാത്രം ലഭിക്കുന്നതാണ് കൃപ. അതാണ് തോട്ടത്തിലെ വീട്ടുടയവൻ്റെ ഉപമയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ആ ഉടയവനിലുള്ള വിശ്വാസം മാത്രമാണ് 11-ാം മണി നേരത്തുള്ളവർ അവർ ഒരേ കൂലിക്കർഹരായി തീർന്നത്. അവർ സ്വർഗരാജ്യത്തിന് അവകാശികളായി തീർന്നത് അങ്ങനെയാണ്. യാതൊന്നും ചെയ്തിട്ട് നേടിയതല്ല ദൈവമക്കളെ. അതുകൊണ്ട് വിശ്വാസത്താലുള്ള ഈ നീതീകരണത്തിലേക്ക്, കൃപയാലുള്ള ഈ നീതീകരണത്തിലേക്ക് കടന്നു വരുവാൻ, അങ്ങനെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ സൗഭാഗ്യം അനുഭവിക്കുവാൻ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ മർമ്മങ്ങൾ ഗ്രഹിക്കുവാൻ, അതിൽ സന്തോഷിക്കുവാൻ, പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കുവാൻ, നീതിയും സമാധാനവും നിറഞ്ഞ ഒരു രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമുക്ക് ഓരോരുത്തർക്കും ഇടയാക്കട്ടെ. ആമേൻ, ആമേൻ. ദൈവവചനം